ഛർദിച്ച് എനിക്ക് വയറുവേദന എടുത്ത് ഞാനങ്ങ് തളർന്ന് കിടക്കുമായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നതേ വീണ്ടും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഡേ വിസിറ്റ് വന്നേക്കുവാണ് കേട്ടോ. ഇന്നാണ് ചെക്കപ്പിൻ്റെ ഡേ. അപ്പോൾ രാവിലെ ഞാൻ നീനു ബേബിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനും നീനു ബേബി തൈപ്പുയൊക്കെ അവിടെ കാണാനുമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നീനു ബേബി അമ്മയൊക്കെ രാവിലെ തന്നെ ഇറങ്ങി. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്, കാരണം രാവിലെ ഇറങ്ങിയ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും റോഡിലെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഞാൻ ദേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടാട്ടോ ഓട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്, കാരണം കാർ ഇറക്കണമെങ്കിൽ അവിടുത്തെ ആ വണ്ടികളൊക്കെ എടുത്ത് മാറ്റണം, എന്നാലേ നമുക്ക് കാർ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നതാണ് കേട്ടോ. ഞാനും ഏട്ടനും വണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇന്ന് പ്രത്യേകിച്ച് സ്കാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നോർമൽ ചെക്കപ്പ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും വെയിറ്റ് ഗെയിൻ ആയോ എന്നൊക്കെ നോക്കണം, കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് 1 month ആയി. 1 month കൂടുതലായി നമ്മൾ കഴിഞ്ഞ ചെക്കപ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇന്ന് വേറെ പരിപാടികളൊന്നും ഇല്ല. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ന് തൈപ്പൂയത്തിന്റെ അന്നാണ് ചെക്കപ്പിന് പോണത്. പോണ വഴി ഫുള്ള് ബ്ലോക്ക് ആണ്. ഇവിടുത്തെ അമ്പലത്തിൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ തൈപ്പൂയം. ഒരുപാട് ഘോഷയാത്രയും ശൂലവും കാവടി എടുപ്പും ഒക്കെ റോഡിൽ കൂടെ പോണുണ്ട്. ഓൾറെഡി നമ്മൾ 10:30 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ബ്ലോക്ക് ആണോ എന്നൊന്നും അറിയത്തില്ല. ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ശിവലകുത്തൊക്കെ കാണിച്ചിരും കിട്ടും. പിന്നെ നീനു ബേബി അമ്മയും ചേച്ചിയൊക്കെ ഓൾറെഡി പോയി, ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് പോയി. നീനു ബേബി കൂടെ ഇല്ല. അപ്പൊ പോണ വഴിക്ക് അവരെന്തായാലും ആ റോഡിൽ എവിടെയെങ്കിലും കാണും. അപ്പൊ റോഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. പ്രഷർ എനിക്ക് എപ്പോഴും ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവും. ഇന്നിനി പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് ചെക്കപ്പ് ചെയ്യണം, അതൊക്കെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കൺസൾട്ടിങ്ങും പിന്നെ എന്തെങ്കിലും ടാബ്ലറ്റ് തരാനുണ്ടെങ്കിൽ തരാനുള്ളതേ ഉള്ളൂ. ഇനി അടുത്തതാണ് മറ്റേ അനോമലസും ഗ്ലൂക്കോസ് ടെസ്റ്റും ഒക്കെ വരുന്നത്. എനിക്ക് കഴിഞ്ഞ ഓണം കുറിച്ച് തന്നെ ഓർമ്മ വരുന്നത്. ചിലർക്ക് അതിന്റെ ടേസ്റ്റ് കുഴപ്പമില്ല കേട്ടോ, എനിക്കെന്താ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. റോഡിൽ എത്താറായി കേട്ടോ. ഇനി ബേബി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതേ നമ്മൾ പോണ വഴികളാണ് കേട്ടോ ഇത്. ഇവിടെ ഇപ്പം തിരക്കില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാവടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൂക്ക് കാവടി, പറവക്കാവടി അങ്ങനെയൊക്കെ പറയും. ഇതിന് ഓരോ ആചാരങ്ങളനുസരിച്ചുള്ള കാവടിയാണ്. വ്രതമൊക്കെ എടുത്ത് ഭയങ്കര അനുഷ്ഠാനത്തോടെയാണ് ഇത് ചെയ്യുന്നതൊക്കെ. കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വേദനിക്കുന്ന കണക്ക് തോന്നും. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മളിപ്പോ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം എക്സ്ട്രാ ഓടിയിട്ടാണ് മെയിൻ റോഡിൽ എത്തിയത്. കോട്ടയക്കുന്ന് അമ്പലം, ആ അമ്പലത്തിന്റെ അടുത്തോട്ട് വരും തോറും ഒട്ടും പോവാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയല്ലേ പറ്റൂ. ആക്ച്വലി ആ ഡേറ്റ് ചൂസ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടുത്തെ ഉത്സവമാണെന്നുള്ള കാര്യം വിട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ നമ്മൾ വേറൊരു ഡേറ്റ് എടുക്കായിരുന്നു. ഭയങ്കരമായ ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഇതുവരെ പോകാത്ത വഴികളിൽ കൂടെ നകുലൻ പോയി, അല്ലല്ലേ ഗംഗ പോയി അല്ലേ ഏട്ടാ. ഇവിടെ തകൃതയായിട്ട് നമ്മുടെ റോഡിന്റെ ഒക്കെ പണി നടക്കുന്നു. ഭയങ്കര പൊടിയും കാര്യങ്ങളും. നീനുവിനെ കാണുന്നു വിചാരിച്ച് നീനുവിനെ കണ്ടില്ല. നമ്മളിങ്ങ് പാസ് ചെയ്തു, പക്ഷെ നമ്മളെയും കണ്ടില്ല, നമ്മൾ അവനെയും കണ്ടില്ല. അപ്പൊ അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. ഭയങ്കര ഉത്സവമാണ്. അമ്പലത്തില് ഭയങ്കര പരിപാടികൾ ഇല്ലെങ്കിലും പോണ റോഡിലെല്ലാം ഭയങ്കര പരിപാടികളാണ് കേട്ടോ. അവ എന്തെങ്കിലും കാണിക്കട്ടെ. അന്നദാനവും വെള്ളവും മുക്കിന് വെള്ളവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പം ഈ അമ്പലത്തിൽ അന്നദാനമൊക്കെ കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അമ്മയടുത്ത് അന്നദാനം മേടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അറിഞ്ഞ് കിട്ടുവാണെങ്കിൽ മേടിച്ച് വെക്കാം. അപ്പൊ ഇനി പോയിട്ട് അന്നദാനമൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ 11 മണിയായി. എനിക്കിപ്പൊ തന്നെ വിശപ്പ് തുടങ്ങി. ഞാൻ ഓൾറെഡി 11 മണി കഴിഞ്ഞ് 11:15. ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തട്ടെ, ചെക്കപ്പ് ചെയ്തേട്ടെ. ഓൾറെഡി 7 ആണ് നമ്മുടെ ടോക്കൺ നമ്പർ. അപ്പൊ അവിടെ കഴിഞ്ഞോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഗൈസ്, നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. കൺസൾട്ടിങ്ങിന്റെ നമ്മുടെ നമ്പറൊക്കെ മാറിയെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മളാണ് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് അച്ഛന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കാണ് കേട്ടാ. അപ്പൊ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, കുറച്ചുകൂടെ വണ്ടി മാറ്റി ഇടണം. എന്നാലും അച്ചു ഡോക്ടർ എന്തൊക്കെ പറഞ്ഞു? ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ ഇതിന്റെ അകത്ത് ഡോക്ടറിന്റെ ക്യാബിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു തന്നു. അതെ, ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല എല്ലാം പറഞ്ഞു. ബാക്കി അച്ചു പറയും, ഒരു കുഴപ്പമില്ല. നമ്മളെ കയ്യിലോട്ട് കൊടുക്കാം. ഗൈസ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് റിസൾട്ട് ഒക്കെ വന്ന് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ടൈം വന്നിട്ട് അനോമലി ചെയ്യാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത മാസം
മറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്നെ കണ്ടിട്ട് പറഞ്ഞ് നല്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന, അശ്വതിനെ കണ്ട പ്രഗ്നന്റ് ആണെന്ന് പറയത്തില്ല. ആദ്യത്തെ 3 മാസം, ആദ്യത്തെ കുറച്ച് നാള് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞില്ല. പണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ വയറ് ചെറുതാണെങ്കിൽ ആൺകൊച്ചി, വലുതാണെങ്കിൽ പെങ്കൊച്ച്, അങ്ങനെ കണ്ടില്ലല്ലേ? അങ്ങനെ ഒന്നും അതിന് നമ്മളെ വയറങ്ങോട്ട് വലുതായി തുടങ്ങിയില്ലല്ലോ. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പൊ അത്രേ ഇല്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഫേസ് ഒക്കെ നല്ലോണം ഇരിക്കുന്നത്. പിന്നെ എന്നാലും ഇങ്ങനെ 1-2 പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞതിനൊന്നും എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. ഒന്നാമത്തെ കാര്യം ഭയങ്കരമായ ഛർദിലായിരുന്നു, അൺസഹിക്കബിൾ ഛർദിലായിരുന്നു. ഞാൻ ഛർദിച്ച് എനിക്ക് വയറുവേദന എടുത്ത് ഞാനങ്ങ് തളർന്ന് കിടക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്നത്. ഭഗവാനെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് അന്നദാനം കഴിക്കണം. അതെ, അന്നദാനം അവിടെ തൈപ്പോയാണല്ലോ, അപ്പൊ അതിന്റെ ഫുഡൊക്കെ അവരോട് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് പോകുന്നു. നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിലാണെന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായ തിരക്കായിരുന്നു, ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൊട്ടിയത്തുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. പണ്ടോട്ടേ ഉള്ള ഹോട്ടലിലാണ്. പക്ഷേ ഈ ഹോട്ടലിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. ഹോട്ടൽ മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിയാണ് കഴിക്കാൻ പോണത്. സത്യം പറയട്ടെ, കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ബിരിയാണി കഴിക്കാൻ പോണത്. ഞാൻ ഇടുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, ഈ ഫ്ലേവർ എനിക്ക് സ്മെല്ല് സഹിക്കാൻ പറ്റുമോ. കാരണം ആദ്യത്തെ 2 മാസം എനിക്ക് ബിരിയാണിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് ഏട്ടൻ ഉണ്ടാക്കി തന്ന ആ ഫ്ലേവർ എനിക്കങ്ങ് ഒരുമാതിരി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തൈപ്പൂയത്തിൻ്റെ ആ ഉത്സവം നടക്കുന്ന അമ്പലമില്ലേ, അവിടെ പോയി. കോട്ടയക്കുന്ന് ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയില്ല, കാരണം ഭയങ്കരമായ തിരക്കായിരുന്നു. വൈകിട്ടും കാറ് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ഈ കഴിക്കുന്ന സാധനമാണ്. അപ്പം അവിടുന്ന് കരിമ്പും മേടിച്ച് കുറേ പൊരിപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.